ഹലോ ഗായ്സ്, വെൽക്കം ടു 2K ക്രിയേഷൻസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ഫയർ ആണ്. അപ്പോൾ ഫ്രീ ഫയർ മാത്രമല്ല കേട്ടോ, നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ബസ്സിലേക്ക് ഒരു ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് റയർ വണ്ടിയുണ്ട്, വലിയ റയറൊന്നുമില്ല. ഖലീഫ വയനാടിൻ്റെ 2 ബസ്, പിന്നെ നമ്മുടെ ഈബിൾ ജെറ്റിൻ്റെ SS പൊടിയും ടിറ്റന് പൊടിയും, പഴയ വണ്ടി, അതായത് അവരുടെ ഫസ്റ്റത്തെ ആ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ആ വണ്ടി. അപ്പോൾ ഇതിൽ ഏത് വണ്ടി വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ലൈക്ക് കിട്ടുന്ന വണ്ടി ഉണ്ടായിരിക്കും നമ്മൾ ഓൾ കേരള മാപ്പ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഓൾ കേരള മാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മാപ്പൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടൈം എടുക്കും, ഒരാഴ്ച ടൈം വേണം. അപ്പോൾ അതുവരെ നമ്മൾ വേറെ ഗെയിം കളിച്ച് റിവ്യൂ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ലോണിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഫസ്റ്റ് കളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി കുറവുണ്ട്, അതെനിക്കറിയാം. അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് പാളിപ്പോയ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നവരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. പിന്നെ ഫസ്റ്റ് തന്നെ പറയാം കേട്ടോ, ഞാൻ വലിയ പ്രോ ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം കളിക്കാൻ അറിയാം, എന്നാലും ഞാൻ പ്രോ ഒന്നുമല്ല. ഓക്കെ, നമ്മൾ അടുത്ത റൗണ്ട് AW എടുത്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ടും ഫ്രീ ഫയറിൽ കളിക്കുന്ന ലോൺ ഗോൾഫും CS റാങ്കിലും കേട്ടോ. BR ഒന്നും തീരെ കളിക്കാറില്ല. ഇപ്പോൾ എന്താ CS ഹീറോ ഗെയിം ഇപ്പോൾ കയറിയിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ്, നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നവരാണെങ്കിൽ ലാഗായിപ്പോയി, നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കേട്ടോ ഈ ചാനൽ ഇട്ടേക്കുന്നത്, പറയാൻ മറന്നുപോയി. അപ്പോൾ ഗെയിമിങ് മാത്രമല്ല, നമ്മൾ മെയിനായിട്ട് വ്ളോഗിങ് ആണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വ്ളോഗിങ്ങും പിന്നെ കുറച്ച് റീസ്റ്റോറേഷനും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി. ഒരു കണ്ടൻറ്റിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ പല കണ്ടൻറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ അനങ്ങാണ്ട് വെക്കുവാണല്ലോ, ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പെട്ട് ചക്ക വീണും മൊയിലെത്തും. എനിക്ക് AW മിസ്സിൽ ഡ്രാഗ് ചെയ്യാൻ വലിയ വശമില്ല ഗൈസ്. പണ്ട് ഞാൻ നന്നായി ഡ്രാഗ് ചെയ്ത് കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഒട്ടും വശമില്ല. അപ്പോൾ നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടോ ഗൈസ്? അവിടെ കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇത് ട്രിക്ക് ചെയ്യാം. അയ്യോ പാളിപ്പോയി. അയ്യോ, ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഗൈസ്? നമ്മുടെ ഫ്രീസൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് അത് അങ്ങോട്ട് പോത്ത് കൊടുക്കണ്ടാവും. ഈ സാധനം പെട്ടെന്ന് അങ്ങ് ലോഡാവും, കയ്യിൽ നിന്ന് തന്നെ പൊട്ടും. പിന്നെ ഞാൻ ഫോൺ പ്ലെയർ ആട്ടോ, ഫോണിലാണ് ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് ഈ റെക്കോർഡറൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ചൊന്ന് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും റൗണ്ട് അവൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക്, അവൻ ഇമോട്ട് ഇടുക അല്ലേ, ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ഞങ്ങളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഇങ്ങനെ ജസ്റ്റ് എന്നാ ഒരു വീഡിയോ ചെയ്യാൻ ഒരു ചാനൽ തുടങ്ങി ഞങ്ങളിങ്ങനെ വീഡിയോ ഇടാൻ പ്ലാൻ ഉണ്ടെന്ന്. അതിനൊന്നും തീരെ റെസ്പോൺസ് ഇല്ല കേട്ടോ. ആകെ 9 ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്തവണ അവൻ അതിലെ ചാടാൻ നല്ല സാധ്യതയുണ്ട്. കുറച്ചും അങ്ങനെ എന്നെ ട്രിക്ക് ചെയ്തോ വീഴ്ത്തി. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അയ്യോ, സ്പൈഡർ ലോഡായിട്ടില്ലല്ലോ. ഓക്കെ, നോക്കാതെ. ഓക്കെ, റൗണ്ട് എടുക്കണം. അവനവിടെ നിൽക്കും കേട്ടോ. അടിക്കാനുള്ള പരിപാടിയായിരുന്നു. ചിരിപ്പോയി, ഡാമേജ് കൊടുത്തിട്ടുണ്ട്. വാരിക്കുഴി വീണു. നീ പെട്ടല്ലേടാ. അതിലെ കയറത്തില്ല ഗൈസ്, നോക്കിയതോ. അവൻ ഇതിലെ വരാൻ നല്ല സാധ്യതയുണ്ടേ. ഹെൽ ഗൈസ്, നമ്മളപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.